ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗണ്ട്ലെസ്. 3i അറ്റ്ലസ് എന്ന വാൽനക്ഷത്രത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പിന്നീട് അതിൽ ഒരു അപ്ഡേറ്റ് വന്നപ്പം അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വീഡിയോ ചെയ്തപ്പോൾ ചില ഡൗട്ടുകൾ കമൻറ്റ് സെക്ഷനിൽ വന്നു. അതായത് ഈ വാൽനക്ഷത്രത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നു, പലതും കണ്ടുപിടിക്കുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഈ വാൽനക്ഷത്രത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഇരുമ്പ്, നിക്കൽ എന്നീ ഘടകങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഘടകങ്ങൾ എന്ത് ടെക്നോളജി വഴിയാണ് കണ്ടെത്തുന്നത് എന്നൊരു ഡൗട്ട് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് അബൌട്ട് ഹൗ വി കാൽക്കുലേറ്റ് ദ കോമ്പോണൻറ്റ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് കോമറ്റ്. വാൽനക്ഷത്രത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വാൽനക്ഷത്രത്തിൽ എന്നല്ല, ആസ്ട്രോയിഡ്സ് എല്ലാത്തിലും അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സയൻറ്റിസ്റ്റ് കണ്ടെത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എന്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് എന്ന് പറയാം. ഇതിന് യൂസ് ചെയ്യുന്നത് പോളാരിമെട്രിക് സ്റ്റഡിയാണ്. അതായത് പ്രകാശം പല വസ്തുക്കളിലേക്കും എത്തുന്നത് ഒരേ രീതിയിലാണെങ്കിൽ കൂടി ആ വസ്തുവിൽ അത് എത്തിക്കഴിഞ്ഞ് പ്രതിഫലിക്കുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. അതായത് ഒരു വസ്തുവിൽ എങ്ങനെയാണോ പ്രകാശം റിയാക്ട് ചെയ്യുന്നത് അതേ രീതിയിലല്ല മറ്റൊരു വസ്തുവിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. വസ്തുക്കളുടെ പ്രത്യേകത അനുസരിച്ച് പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തിൽ വ്യത്യാസം വരും. അതായത് ചില വസ്തുക്കൾ മിനുസമുള്ളതായിരിക്കും, അതിൻ്റെ പ്രതലം മിനുസമുള്ളതായിരിക്കും, ചിലത് ഷാർപ്പായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തിൽ വ്യത്യാസം വരും. അതായത് ഈ പ്രകാശം, ചില വസ്തുക്കൾ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രകാശത്തിൻ്റെ ഗതി, ചലനം ഇതൊക്കെ അനുസരിച്ചാണ് പോളറൈസേഷൻ, അതായത് പോളാരിമെട്രിക് സ്റ്റഡി നടത്തുന്നത്. എന്ത് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു, അതാണ് പോളാരിമെട്രിക് സ്റ്റഡി. ഇനി അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അതാണ് പോളറൈസേഴ്സ്. പോളാരിമെട്രിക് സ്റ്റഡി നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് പോളറൈസേഴ്സ്. ഫോർ എക്സാമ്പിൾ ടെലസ്കോപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രകാശത്തിൻ്റെ പ്രതിഫലനം, അതിൻ്റെ ഗതികളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പം 3i അറ്റ്ലസിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സംശയങ്ങൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. പോളാരിമെട്രിക് സ്റ്റഡി ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയാം. ഒന്നാമതായി ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി ആ വസ്തുവിൽ നിന്ന് ബാഷ്പീകരിച്ച് പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ ഏതാണെന്നും അവയുടെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത് ഈ ഒരു വസ്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പൊടിപടലങ്ങൾ, ആ പൊടിപടലങ്ങളുടെ പ്രത്യേകതകൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമതായി വസ്തുവിൻ്റെ പ്രതലം എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ മിനുസം, ഷാർപ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 3i അറ്റ്ലസിൻ്റെ നമ്മൾ പറയുന്നുണ്ട്, 3i അറ്റ്ലസിൻ്റെ പൊടിപടലങ്ങൾ ഇങ്ങനെയാണ്, ബാഷ്പീകരിച്ചു, ജലത്തിൻ്റെ ഐസ് രൂപമല്ല, കാർബണിൻ്റെ ഐസ് രൂപമാണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. അതായത് ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും സാന്നിധ്യം 3i അറ്റ്ലസിലുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഐസ് രൂപമാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. ടെലസ്കോപ്പ് വഴിയാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ഹബിൾ ടെലസ്കോപ്പ്, ജെയിംസ് വെബ് ഒക്കെ ഉണ്ട്. ആ ടെലസ്കോപ്പുകൾ വഴിയാണ് നമ്മൾ ഈ ഒരു വസ്തുവിൻ്റെ പ്രത്യേകതകൾ, ഈ പറയുന്ന പ്രത്യേകതകളൊക്കെ കണ്ടെത്തുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. പോളാരിമെട്രിക് സ്റ്റഡി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിമ്പിൾ വേർഡ്സിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അതായത് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ലൈറ്റ് സ്കാറ്ററിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എങ്ങനെയാണ് പോളാരിമെട്രിക് സ്റ്റഡി വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ലൈറ്റിൻ്റെ സ്കാറ്ററിംഗ്. അതായത് സൂര്യപ്രകാശം, സണ്ണിൽ നിന്ന് നമ്മുടെ ഗ്രഹങ്ങളിലേക്കും അതുപോലെ തന്നെ കോമറ്റുകളിലേക്കൊക്കെ ഈ സൂര്യപ്രകാശം വരുമ്പോൾ ഈ ഒരു സൂര്യപ്രകാശം അതിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പ്രകാശം പ്രതിഫലിച്ച് വരുന്നുണ്ട്. അപ്പം ഈ 3i അറ്റ്ലസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം 3i അറ്റ്ലസിലോട്ട് എത്തുന്നു. അവിടെ ആ ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വസ്തു നമുക്ക് കാണാൻ പറ്റുന്നത്, വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലൈറ്റിൻ്റെ സ്കാറ്ററിംഗ് കാരണമാണ്. അങ്ങനെയൊരു വസ്തു ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് പോളറൈസേഷൻ നമുക്ക് മനസ്സിലാകുന്നത് ഫേസ് ആംഗിൾ വെച്ചാണ്. അതായത് ഫേസ് ആംഗിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമറ്റും സണ്ണും തമ്മിലുള്ളൊരു ആംഗിൾ, അത് ഏത് ആംഗിളിലാണ് നിൽക്കുന്നതെന്നനുസരിച്ചാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ മനസ്സിലാക്കുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുഴയുണ്ട്, പുഴയിലേക്ക് നമ്മളൊരു കല്ലെറിയാണ്. നമ്മൾ നേരിട്ടങ്ങ് എറിയുമ്പോൾ, നല്ല ഫോഴ്സിൽ നേരിട്ടങ്ങ് എറിയുമ്പോൾ അത് മുങ്ങിപ്പോവും, കല്ലങ്ങ് നേരെ മുങ്ങിപ്പോവും. പക്ഷേ നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടാണ് ആ കല്ല് എറിയുന്നത് എന്നുണ്ടെങ്കിൽ ആ കല്ല് ജസ്റ്റ് ഒന്ന് തട്ടി പിന്നെ ഒന്നുകൂടി തട്ടി അങ്ങ് പോകും. അപ്പോൾ ആ ഫ്ലാറ്റ് അങ്ങനെ അങ്ങ് തെറിച്ച് പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുകയെന്ന് വെച്ചാൽ പോസിറ്റീവ് പോളറൈസേഷൻ എന്ന് പറയും. അതങ്ങ് സ്ട്രെയിറ്റ് അവേ പോകുകയാണ്. പക്ഷേ നമ്മളൊരു കല്ല് എറിയുന്ന സമയത്ത്
നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ശരിക്കും നടക്കുന്നതെന്നല്ല. അതായത് ഈ ഒരു കല്ല് ഫ്ലാറ്റായിട്ട് നമ്മൾ എറിയുമ്പോൾ അത് ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ മുകളിൽ തട്ടിയിട്ട് മുകളിലേക്ക് പോകാമെന്ന് വിചാരിക്കും. മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതാണ് നെഗറ്റീവ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3i അറ്റ്ലസിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് നെഗറ്റീവ് പോളറൈസേഷനാണ്. അതായത് ഈ പ്രകാശം പതിക്കുന്നു, അത് നെഗറ്റീവായിട്ടാണ് പോകുന്നത്. നെഗറ്റീവ് പോളറൈസേഷനാണ് അതിന് സംഭവിക്കുന്നത്. അതൊരു റെയർ കേസാണ്. കോമറ്റ്സിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് പോളറൈസേഷൻ കൂടുതലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഫേസ് ആംഗിൾ വെച്ചാണ്. എങ്ങനെയാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ലൈറ്റിൻ്റെ സ്കാറ്ററിങ്, ഫേസ് ആംഗിൾ എന്ന് വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉള്ള ഘടകങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോളാറിമെട്രിക് സ്റ്റഡി നടത്തുന്നു. അതിനുവേണ്ടി ടെലസ്കോപ്പുകൾ യൂസ് ചെയ്യുന്നു. ഈ വക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. അതിന് നമുക്ക് ഒന്നും കൂടി വേണം. എന്താണ്? ഫോട്ടോസാണ് വേണ്ടത്. അപ്പോൾ ഈ ടെലസ്കോപ്പുകൾ വഴി നമുക്ക് ഇതിൻ്റെ ഹിഡൻ ഫോട്ടോസ്, അതായത് ഇതുപോലെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടെലസ്കോപ്പുകൾ ഇതിൻ്റെ ഫോട്ടോസ്, ഇമേജസ് ശേഖരിച്ച് വെക്കും. ഈ ഇമേജസ് ത്രൂ ആണ് സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത്. അതായത് ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഈ ഫോട്ടോസ് ത്രൂ മുൻപ് വന്നിട്ടുള്ള കോമറ്റ്സ്, അതുപോലെ ഈ കോമറ്റ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് ഫർദറായിട്ട് സ്റ്റഡീസ് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഒരു ഒക്ടോബർ 29-ാം തീയതി ആകുമ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് വെച്ചിട്ട് 3i അറ്റ്ലസിൻ്റെ ഇപ്പോഴത്തെ സ്പീഡൊക്കെ വെച്ചിട്ട് ആ ഒരു സമയം ആകുമ്പോഴേക്കും 3i അറ്റ്ലസ് സാറ്റേൺ, വീനസ്, മാർസ് എന്നീ ഗ്രഹങ്ങളുടെയൊക്കെ അടുത്തൂടെ പാസ് ചെയ്തിട്ട് സൂര്യനോട് ഏറ്റവും അടുത്തെത്തും. അപ്പോൾ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യനോട് അത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ 3i അറ്റ്ലസിനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റില്ല. കാരണം അത്രയും സൂര്യപ്രകാശമുള്ള, അത്രയും പ്രകാശമുള്ള ഒരു ഏരിയയിൽ നമുക്ക് അത് പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഈ വീനസ്, മാർസ്, സാറ്റേണിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നല്ലാതെ സൂര്യൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആവി ലോബിനെ പോലുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത്, മുൻപ് അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതൊരു അന്യഗ്രഹ പേടകമാണ്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളൊരു വാദം അവിടെ ഉണ്ട്. പ്രൂവ് ചെയ്യാനുള്ള ഒരു ഹൈപ്പോത്തസിസും ഇതുവരെ ആരും ക്രിയേറ്റ് ചെയ്തത് നമുക്കറിയാം. സയൻറ്റിസ്റ്റുകൾ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്നത് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. ആ ഹൈപ്പോത്തസിസ് അനുസരിച്ചിട്ട് പഠനം നടത്തുന്നു. അതിൻ്റെ ബേസിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ ആ ഒരു രീതിയിൽ അന്യഗ്രഹ പേടകം ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഹൈപ്പോത്തസിസും ഇതുവരെ സയൻറ്റിസ്റ്റുകൾ സെറ്റ് ചെയ്തിട്ടില്ല. കുറേ ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവിയിലപ്പോൾ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സണ്ണിൻ്റെ അടുത്തെത്തും നമുക്ക് എന്തായാലും കാണാൻ പോലും പറ്റില്ല. ആ ഒരു സമയത്ത് ഈ ഒരു അന്യഗ്രഹ പേടകം റിട്ടേൺ വരും, ഭൂമിയിലേക്ക് റിട്ടേൺ അടിച്ച് വരും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ വാദങ്ങളുണ്ട്. സയൻസ് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടും എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടുമായിരിക്കാം എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം പറയാണ്. അതായത് മുൻപ് 2 വാൽനക്ഷത്രങ്ങൾ വന്നു. ആ 2 വാൽനക്ഷത്രങ്ങളും സമാനമായ പ്രത്യേകതകൾ കാണിച്ചവയാണ്. അതിൽ നിന്നൊന്ന് മാറി 3i അറ്റ്ലസ് വന്നപ്പോൾ അതിനെ അന്യഗ്രഹ പേടകമാക്കി മാറ്റുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ അറിവിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നവരല്ല, പലതും അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. 3i അറ്റ്ലസിൻ്റെ ഈ ഒരു പ്രത്യേകതകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സവിശേഷമായ കാര്യങ്ങളുള്ളൊരു വാൽനക്ഷത്രം വന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വാൽനക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാൽനക്ഷത്രങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു നമുക്കത് സന്തോഷമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ബേസ് ചെയ്ത് കൂടുതൽ സ്റ്റഡീസാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ളൊരു വാൽനക്ഷത്രത്തെ കിട്ടി എന്ന് വേണം ചിന്തിക്കാൻ എന്നാണ് എൻ്റെ ഒരു പക്ഷം.